പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അവിടുത്തെ അനന്തമായ സ്നേഹത്തിൽ ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ, അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. കർത്താവിൻ്റെ വചനം മനസ്സിലാക്കുവാനും ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം മനസ്സിലാക്കുവാനും ആ ജീവിതത്തിൻ്റെ മാതൃക പിൻചൊല്ലുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ഔസേപ്പ് പിതാവിൻ്റെയും അമ്മയുടെയും ജീവിത മാതൃക ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന മാതൃകയാകയാൽ ആ വലിയ മാതൃക പിൻചൊല്ലുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകുന്നതിനു വേണ്ടി അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് നമ്മുടെ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ പ്രതിഷ്ഠയ്ക്കായും ഔസേപ്പ് പിതാവ് എന്ന മഹാരഹസ്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ട കൃപയ്ക്കായിട്ടും അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് യാചിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, അങ്ങയുടെ ആത്മീയ മക്കളാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. അങ്ങയുടെ ആത്മീയ പിതൃത്വം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മീയ പിതാവേ, ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ ഔസേപ്പ് പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടി അണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു. ഔസേപ്പ് പിതാവിൻ്റെ ജീവിത മാതൃക സ്വീകരിക്കുന്നു. ആ പിതാവിൻ്റെ നല്ല മക്കളെ പോലെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, അപ്പനെ കണ്ടു പഠിക്കണം. മക്കൾ എപ്പോഴും അപ്പനെ നോക്കി അപ്പനെ കണ്ട് അപ്പൻ്റെ ജീവിതം സ്വന്തമാക്കുന്നവരാണ് ശരിക്കുമുള്ള മക്കൾ. അതുകൊണ്ട് എത്രമാത്രം കരുത്തുള്ള വലിയ സ്നേഹത്തിൻ്റെ നിറവുള്ള ഈശോയെ വളർത്തിയ അതുപോലത്തെ അഭിഷിക്തനായ ഔസേപ്പ് പിതാവിൻ്റെ മക്കളെന്ന് പറയത്തക്ക വിധം നമുക്കും ഈ അപ്പനെ, ഈ പിതാവിനെ അനുകരിക്കാം, ഈ പിതാവിൻ്റെ മാതൃക പിൻചെല്ലാം. അതിനുവേണ്ട എല്ലാ കൃപകൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ 25-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കണം. ഇത് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ആത്മീയ പിതാവിൻ്റെ വലിയ സ്വഭാവം ഏറ്റവും വിശ്വസ്തനായ ഔസേപ്പ് പിതാവ്. വിശ്വസ്തൻ. എനിക്ക് വിശ്വസ്തൻ എന്നുള്ള ഈ വലിയ സവിശേഷണം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഒറ്റ കാര്യമാണ്. അതായത് ദൈവം മനുഷ്യനായി അവതരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ദൈവപിതാവ് അല്ലെങ്കിൽ ഈശോയാകുന്ന ദൈവം കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ ഈ കുഞ്ഞിനെ സ്വീകരിച്ച് വളർത്തി വലുതാക്കി എന്തിനു വേണ്ടി മനുഷ്യാവതാരം ചെയ്തോ അതിനുവേണ്ടി വളർത്താൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഔസേപ്പ് പിതാവ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം വിശ്വസ്തനായിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം ആരെയെങ്കിലും ഭരമേൽപ്പിക്കുമ്പോൾ, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ
നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും, ഇവൻ വിശ്വസ്തനാണോ, ഇവൻ വിശ്വസ്തനാണോ? പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഈ ലോകത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യമാണ് ഈശോയുടെ ജനനം. ഇതാ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത. ഇതാ യേശുവിന്റെ ജനനം. ആ ഈശോയ്ക്ക് അപ്പനാകാൻ വേണ്ടി, ഈശോയെ വളർത്താൻ വേണ്ടി ദൈവം വിശ്വസ്തനായി കണ്ട് തിരഞ്ഞെടുത്ത യോസേപ്പ് പിതാവ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനായ യോസേപ്പ് പിതാവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം വിശ്വസ്തത നിറഞ്ഞ ജീവിതമായിരിക്കണം. ഏത് ജീവിതമാണെങ്കിലും, ജീവിതാന്തസ്സാണെങ്കിലും അതിലൊരു വിശ്വസ്തത വേണം. ഞാൻ പൗരോഹിത്യത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം. നീ കുടുംബജീവിതത്തിൽ വിശ്വസ്തനായിരിക്കണം. നീ ഒരു പുരോഹിതനാണോ, ഒരു സന്യാസ അർത്ഥിനിയാണോ, സന്യാസിനിയാണോ, ആരുമാകട്ടെ, അതിൽ ഒരു വിശ്വസ്തത വേണം. നിന്റെ പഠനത്തില്, നിന്റെ ജോലിയില്, നിന്റെ ബിസിനസ്സില്, നിന്റെ ക്രൈസ്തവ ജീവിതത്തില്, നിന്റെ ദാമ്പത്യ ജീവിതത്തില്, നിന്റെ കുടുംബ ജീവിതത്തില്, നമ്മുടെ വിശ്വാസ ജീവിതത്തില്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇനി മറ്റൊരു കാര്യമുണ്ട്. വിശ്വാസവുമായിട്ട് ആഴമായ ഒരു ബന്ധമുണ്ട്. വിശ്വാസം, വിശ്വസ്തത, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. ആഴമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസ്തത ഉണ്ടാവുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഞാൻ അതുപോലെ സമർപ്പിക്കും. യോസേപ്പ് പിതാവിനെ സംബന്ധിച്ച് ഈ ഒരു വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും പൂർണ്ണതയുണ്ടായിരുന്നു. അദ്ദേഹം ദൈവത്തിൽ അതുപോലെ വിശ്വസിച്ചു. ഈ വിശ്വാസത്തെയും വിശ്വസ്തതയെയും ക്രൈസ്തവ ജീവിത മേഖലയിൽ ഇങ്ങനെ ബന്ധപ്പെടുത്താറുണ്ട്. അതായത് ഒരു ആത്മീയമായ വിവാഹം, സ്പിരിച്വൽ മാരേജ് എന്ന് പറയും. അതായത് ഒരു വിവാഹം, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വിശ്വസ്തതയിൽ ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനം എടുക്കുകയാണ്. അതാണ് വിവാഹം. ഫുൾട്ടൻ ജേഷീൻ ഒരു വിവാഹത്തില് 3 മോതിരങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന്, മനസമ്മതത്തിന്റെ മോതിരം, എൻഗേജ്മെന്റ് റിംഗ്. 2, വിവാഹത്തിന്റെ മോതിരം. 3ാമത്തെ മോതിരമായിട്ട് ഫുൾട്ടൻ ജേഷീൻ പറയുക സഹനമാകുന്ന മോതിരം. ജീവിതത്തെ ചുറ്റിക്കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സഹനം. വിവാഹമെന്ന ജീവിതത്തില് ഈ 3ാമത്തെ മോതിരത്തിന്റെ അദൃശ്യമായ സാന്നിധ്യമുണ്ട്. മനസമ്മതത്തിൽ അണിയുന്ന മോതിരം പോലെ, വിവാഹത്തിൽ അതിൻ്റെ പൂർത്തീകരണത്തിൽ അണിയുന്ന മോതിരം പോലെ, ജീവിതത്തെ മുഴുവൻ ചുറ്റി നിൽക്കുന്ന ഒരു മോതിരമുണ്ട്. അത് സഹനമാണ്. നിങ്ങൾക്കെന്താ മനസ്സിലായേ? അത് മറ്റൊന്നല്ല. നിങ്ങൾക്കറിയാം, കുടുംബജീവിതം ജീവിക്കുന്നവർക്കറിയാം, ഈ ജീവിതം ഒരു മധുവിധുവായിട്ട് ആരംഭിക്കുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് സഹനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, ത്യാഗത്തിൻ്റെ, സംയമനത്തിൻ്റെ, ആത്മസംയമനത്തിൻ്റെ, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ വേദനകളുടെ, നൊമ്പരത്തിൻ്റെ ഒരു സാന്നിധ്യം വിവാഹമെന്ന ജീവിതത്തിലുണ്ട്. അത് സഹനത്തിൻ്റെ ഒരു മുദ്രമോതിരം പോലെ വലയം ചെയ്യപ്പെട്ട, അണിയിക്കപ്പെട്ട ഒരു ജീവിതമാണ് വിവാഹ ജീവിതം. ഇത് വിവാഹ ജീവിതം മാത്രമല്ല, ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും. പൗരോഹിത്യം ആരംഭിക്കുമ്പോൾ പുത്തനച്ഛൻ ഭയങ്കര സുഖമൊക്കെ തോന്നും. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, ഈ പൗരോഹിത്യത്തില് വേദനയുണ്ട്, സഹനമുണ്ട്. സന്യാസത്തില് വേദനയുണ്ട്, സഹനമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ക്രൈസ്തവ ജീവിതത്തില് മാമോദിസ സ്വീകരിക്കുമ്പോൾ എന്ത് ചൈതന്യം, എന്ത് വെണ്മ. പിന്നെ കടന്നു പോകുമ്പോൾ, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സഹനമുണ്ട്, വേദനയുണ്ട്. അപ്പോൾ വിശ്വാസത്തിന്റെ ആഴത്തിൽ വിശ്വസ്തത പുലർത്തി ജീവിക്കണമെങ്കിൽ അവിടെ സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നൊമ്പരത്തിൻ്റെയും ഒരു സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് വലിയ സത്യമാണ്. അതിന് വലിയ മാതൃകയാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിനെ സംബന്ധിച്ച് ഈശോയ്ക്ക് പരിപൂർണമായിട്ടും സമർപ്പിച്ചു, ദൈവത്തിന് പരിപൂർണമായിട്ടും സമർപ്പിച്ചു. അതിനുശേഷം യോസേപ്പ് പിതാവിൻ്റെ ജീവിതം മുഴുവൻ ദൈവപുത്രൻ്റെ അപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര സ്ഥാനമായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടിൻ്റെ, ദുഃഖത്തിൻ്റെ, ദുരിതത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, ഒളിച്ചോട്ടത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, തിരസ്കരണത്തിൻ്റെ, വിപ്രവാസത്തിൻ്റെ എല്ലാം വേദനകൾ, ദുഃഖഭാരങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ ഒന്നും പരാതിപ്പെടാതെ അവിടെയൊക്കെ വിശ്വസ്തനായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, ദൈവത്തെ പഴിക്കാതെ, നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകാതെ വിശ്വസ്തതയിൽ ഉറച്ചു നിന്ന
ജീവിതമായിരുന്നു യോസേഫ് പിതാവിന്റെ ജീവിതം. യോസേഫ് പിതാവിന് ദൈവത്തോട് ആഴമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസം. ഇനി വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയൽ മാത്രമൊന്നുമല്ല, ക്രിസ്തുവിനെ അറിയുന്നത് മാത്രമല്ല വിശ്വാസം. പിന്നെയോ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം. അതാണ് കഷ്ടപ്പാടും ദുഃഖം. ഈശോ പറഞ്ഞില്ലേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. കുരിശെടുക്കണം, സഹനങ്ങൾ ഏറ്റെടുക്കണം, സ്വയം പരിത്യജിക്കണം. ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ യോസേഫ് പിതാവ് ജീവിച്ചു എന്ന് നമുക്കറിയാം. ഇനി വിശ്വാസത്തെക്കുറിച്ച് ഒന്നും കൂടി പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, വിശ്വാസം ഒരറിവ് മാത്രമല്ല. പിശാചിനറിയാം എന്ത്? യേശു ക്രിസ്തു ദൈവമാണ്, ദൈവം ഉണ്ട് എന്ന് പിശാചിനറിയാം. അറിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് പ്രവൃത്തിയാകുന്നത് എപ്പോഴാണ്? ആ ദൈവത്തെ സ്നേഹിക്കുകയും ആ ദൈവത്തെ ശരണപ്പെടുകയും ദൈവത്തിന് പരിപൂർണമായിട്ടും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് അംഗീകരിക്കുകയും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് ശരിക്കും വിശ്വാസ ജീവിതം ആയിട്ട് മാറുക. വിശ്വാസമുണ്ട്, പിശാചിനും വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസം ജീവിതമാകുന്നത് ഇതുപോലെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ്. അതാണ് യോസേഫ് പിതാവിൻ്റെ ജീവിതം. നിങ്ങൾ നോക്കിക്കേ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ലോകത്തില് എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ സ്ഥാനങ്ങളും എല്ലാം അനുഗ്രഹിച്ച ഒരു ജീവിതമായിരുന്നോ യോസേഫ് പിതാവിൻ്റെ ജീവിതം? അല്ല. ദാരിദ്ര്യവും രോഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടുകൂടി ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ കരുത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിതം, ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോസ്പെരിറ്റിയുടെയും എല്ലാ അനുഗ്രഹത്തിൻ്റെയും ജീവിതമാണെന്നാണ് പലരുടെയും ഒരു കരുതൽ. എന്നാൽ ജീവിതത്തിൽ ഫുൾട്ടൻ ജേഷിയും പറഞ്ഞ പോലെ ഒരു മൂന്നാമത്തെ മോതിരം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് വരുമ്പോൾ ഇന്ന് പല മക്കളും വിശ്വാസം വിട്ട്, ദൈവത്തെ വിട്ട് പഴിച്ച് ഡൈവോഴ്സും വാശിയും വൈരാഗ്യവും പ്രതികാരവും നിരാശയും ഒക്കെ ആയിട്ട് പോകുന്ന എത്രയോ മക്കള് പൗരോഹിത്യത്തിലില്ല, ഇഷ്ടം പോലെ. സന്യാസ ജീവിതത്തിലില്ല, ഇഷ്ടം പോലെ. എന്നാൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സഹനമാകുന്ന ഈ മുദ്രമോതിരത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ യോസേഫ് പിതാവിനെ പോലെ ഈ ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട്, ദൈവത്തിന് സമർപ്പിക്കാനായിട്ട്, ഈ വിശ്വാസത്തിന്റെ ജീവിതം ജീവിക്കാനായിട്ട് നമ്മൾ നമ്മെ തന്നെ കൊടുക്കുമ്പോൾ നമ്മുടെ ഉറപ്പെന്താണ്? എൻ്റെ ദൈവം എന്നെ കാത്തോളും ഈ സഹനത്തിലും ഈ വേദനയിലും. വിശ്വാസത്തെക്കുറിച്ച് ഫുൾട്ടൻ ജേഷി പറയുന്നുണ്ട്, ഫെയ്ത്ത് ഈസ് എ ഡീപ് ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ്. അന്ധകാരം നിറഞ്ഞ ഒരു പടുകുഴിയിലേക്കുള്ള എടുത്തുചാട്ടമാണ്. എന്താണ് ഉറപ്പ്? ആ പടുകുഴിയുടെയും അന്ധകാരത്തിൻ്റെയും നടുവില് എൻ്റെ ദൈവം എന്നെ താങ്ങുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ കരുതുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ അതിലേക്ക് എടുത്തു ചാടുകയാണ്. യോസേഫ് പിതാവിന്റെ ജീവിതത്തിലേക്ക് പലതിനെ മുമ്പിൽ യെസ് എന്ന് പറയുമ്പോൾ യോസേഫ് പിതാവിന് വ്യക്തമായ ഉറപ്പുകളില്ല. ഈജിപ്തിൽ എന്തായിരിക്കും? അറിയില്ല. സമൂഹം എന്തു പറയും? അറിയത്തില്ല. ഇനി തിരിച്ചു വന്നാൽ എന്തായിരിക്കും? അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, പലതും അറിയാത്ത ഒരു അവസ്ഥയാണ് വിശ്വാസത്തിന്റെ അവസ്ഥയെങ്കിൽ അവിടെ ഒരു ഉറപ്പുള്ള അറിവുണ്ട്. അതെന്താണ്? എൻ്റെ ദൈവം, ആ ദൈവത്തിനെ സമർപ്പിച്ചേക്കുന്നത്, ആ ദൈവം സർവശക്തനാണ്, ആ ദൈവം എന്നെ കൈവിടത്തില്ല എന്നുള്ള ഉറപ്പ്. ഈ ഉറപ്പ് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ യോസേഫ് പിതാവ് ജീവിതത്തിൽ ഒരിക്കൽ പോലും സംശയിച്ചിട്ടില്ല. യേശുവിൻ്റെ ദൈവത്വം മാലാഖയിൽ നിന്ന് വെളിപ്പെടുത്തി കിട്ടിയ അന്നു മുതൽ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തില് ആ ദൈവത്വം കണ്ട് ആരാധിച്ചു. സംശയം ഉണ്ടായിട്ടില്ല. യോസേഫ് പിതാവിന് സംശയിക്കത്തക്ക വിധത്തിൽ പലതുണ്ടായി. ദൈവപുത്രൻ കാലിത്തൊഴുത്തിൽ ജനിക്കുകയോ, ദൈവപുത്രൻ ഈജിപ്തിലേക്ക് പേടിച്ചോടുകയോ, സംശയിക്കാൻ പല കാര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായപ്പോഴും അവിടെയൊന്നും ചഞ്ചലിക്കാതെ കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന തിരുക്കുമാരന്റെ ദൈവപുത്രന് മുമ്പിൽ മുട്ടുകുത്തി കരംകുപ്പി നിൽക്കുന്ന യോസേഫ് പിതാവിനെ നാം കാണുന്നുണ്ട്. സംശയമില്ല. ഈ കുഞ്ഞിനെയും കൊണ്ട്, ദൈവപുത്രനെയും കൊണ്ട് ഒരു പീറ രാജാവായ ഹെറോദിസിനെ പേടിച്ചിട്ടെന്ന പോലെ ഈജിപ്തിലേക്ക് ഓടുമ്പോൾ യോസേഫ് പിതാവിന് സംശയം ഉണ്ടായില്ല. വിശ്വാസത്തിന്റെ ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, ഈജിപ്തില് ഒരു വിപ്രവാസിയെ പോലെ ഒളിച്ചും പാത്തും എന്ന പോലെ കഷ്ടപ്പെട്ട് ഭയന്നും ജീവിക്കുമ്പോൾ ഈ ദൈവപുത്രന്റെ ദൈവത്വത്തെക്കുറിച്ച് സംശയമുണ്ടായിട്ടില്ല. ദൈവപുത്രനാണെന്നും എല്ലാത്തിനുമേൽ അധികാരമുണ്ടെന്നും
എല്ലാത്തിൻ്റെ മേൽ ആധിപത്യമുണ്ടെന്നും അറിയാവുന്ന യോസേപ്പ് പിതാവിന് സംശയിക്കാവുന്ന പല സാഹചര്യങ്ങൾ വന്നപ്പോഴും സംശയിക്കാതെ വിശ്വാസത്തിന്റെ ഉറപ്പിൽ വിശ്വസ്തയോടെ നിന്ന യോസേപ്പ് പിതാവിനെ പോലെ വിശ്വസ്തനായ ഒരു വിശുദ്ധൻ ഈ ലോകത്തിൽ ഉണ്ടായി കാണത്തില്ല. അതാണ് യോസേപ്പ് ഏറ്റവും വിശ്വസ്തനാണ്. യോസേപ്പ് പിതാവ് ഈശോയെ കാണുന്നു, ഈശോയെ കേൾക്കുന്നു, ഈശോയുടെ കൂടെ നടക്കുന്നു, ഈശോ യോസേപ്പ് പിതാവിനെ ആശാരിപ്പണിയിൽ സഹായിക്കുന്നു. ഇതെല്ലാം ആണെങ്കിലും യോസേപ്പ് പിതാവ് എപ്പോഴും ഈശോയിൽ ദൈവത്വം കണ്ടു. ദൈവപുത്രനാണെന്ന് അറിഞ്ഞ് ഈശോയെ ആ അവസ്ഥയിലൊക്കെ ഈശോയെ ആരാധിച്ച് വണങ്ങി ജീവിച്ച വിശുദ്ധനാണ് യോസേപ്പ് പിതാവ്. ഈശോയുടെ നല്ല കാലത്തിലും അല്ലെങ്കിൽ മോശം എന്ന് പറയുന്ന വേദനയുടെയും ദാരിദ്ര്യത്തിൻ്റെയും എല്ലാ സമയത്തും ജെറൂസലേമിൽ കാണാതായപ്പോഴും എല്ലാ അവസ്ഥകളിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് അതുപോലെ വിശ്വസ്തത പുലർത്തി ജീവിച്ച ശക്തനായ പിതാവാണ് നമ്മുടെ ആത്മീയ പിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ യോസേപ്പ് പിതാവ് നമ്മെയും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പല പല പ്രതിസന്ധികളുണ്ട്, പല പല എതിർപ്പുകളുണ്ട്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണോ അല്ലെങ്കിൽ ദൈവം തന്നെയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ ആഴത്തിൽ ദൈവകരങ്ങളിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട്, അവിടെ അന്ധകാരമായിരിക്കാം, പടുകുഴിയായിരിക്കാം, ആ കരം ബലിഷ്ഠമാണ്, ആ കരം സർവശക്തമാണ്. ആ കരങ്ങളിലേക്ക് ചാടി വിശ്വസ്തത പ്രകടിപ്പിക്കുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതവും മാറ്റുവാൻ യോസേപ്പ് പിതാവ് നമ്മെ സഹായിക്കും, നമ്മെ ബലപ്പെടുത്തും, നമ്മെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് വിശ്വാസം, വിശ്വസ്തത ക്രൈസ്തവ ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിൻ്റെ, പൗരോഹിത്യ ജീവിതത്തിൻ്റെ, സന്യാസ ജീവിതത്തിൻ്റെ നമ്മുടെ യുവമക്കൾ യോസേപ്പ് പിതാവിനെ കണ്ടുപഠിക്കണം. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസം വിട്ട്, സഭ വിട്ട്, കൂദാശ വിട്ട്, കണ്ണി കണ്ടവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. വിശ്വാസം, വിശ്വസ്തത. ഇന്ന് വിശ്വസ്തതയില്ലാത്ത മക്കള്, ദൈവത്തോട് വിശ്വസ്തതയില്ല, കൂദാശകളോട് വിശ്വസ്തതയില്ല, കുടുംബത്തോട് വിശ്വസ്തതയില്ല, മാതാപിതാക്കളോട് വിശ്വസ്തതയില്ല, ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തതയില്ല, കുടുംബ ജീവിതത്തിൽ വിശ്വസ്തതയില്ല, പഠനത്തോട് വിശ്വസ്തതയില്ല. ഇന്ന് വിശ്വസ്തത പുലർത്താത്ത ഈ ശപിക്കപ്പെട്ട കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സഹനത്തിലും വേദനയിലും എല്ലാ പ്രതിസന്ധികളിലും ഉറച്ചു നിന്ന ഈ യോസേപ്പ് പിതാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആ മാതൃക നമ്മൾ അനുകരിക്കണം. അതിനുവേണ്ടി നമ്മൾ തന്നെ വിട്ടുകൊടുക്കണം. അവിടെ സഹനങ്ങളുണ്ട്, അവിടെ വേദനകളുണ്ട്, അവിടെ ഒറ്റപ്പെടുത്തലുകളുണ്ട്, അവിടെ തിരസ്കരണങ്ങളുണ്ട്, അവിടെ മുറിവേൽക്കലുണ്ട്, അവിടെ ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട്. വിവാഹ ജീവിതത്തിലെ മൂന്നാമത്തെ മോതിരം പോലെ സഹനത്തിൻ്റെ ഒരു മോതിരം മനുഷ്യ ജീവിതത്തിൽ ചുറ്റി നിൽക്കുന്നുണ്ട്. അത് സ്വന്തമാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ ലോകത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ വിഷമകരമായ ഒരു ജീവിതമാണ്. ഈശോയുടെ വചനമനുസരിച്ച് ഈശോയുടെ ജീവിതത്തെ സ്വന്തമാക്കി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവനെ നശിപ്പിക്കാൻ, തകർക്കാൻ സാത്താൻ അതിശക്തമായിട്ട് പ്രലോഭനത്തിലൂടെ, എതിർപ്പുകളിലൂടെ കടന്നു വരുമ്പോൾ ഇന്ന് കർത്താവിന് വേണ്ടി ഈ വിശ്വാസത്തിൽ വിശ്വസ്തത പുലർത്തി ജീവിക്കണമെങ്കിൽ നല്ല പോലെ കഷ്ടപ്പെടേണ്ടതുണ്ട്. ലോകം നിങ്ങളെ വെറുക്കും. ഈശോ പറഞ്ഞില്ലേ, ലോകം നിങ്ങളെ ദ്വേഷിക്കും. യജമാനനായ എന്നെ ലോകം ദ്വേഷിച്ചുവെങ്കിൽ നിങ്ങളെയും ലോകം ദ്വേഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകും, ലോകം നമ്മെ വെറുക്കും. നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മൾ ഒറ്റപ്പെടും. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, വിവാഹത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, ഗർഭചിത്രത്തിന് എതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ സത്യം നമ്മൾ ഓരോരുത്തരും ഒറ്റപ്പെടും, തിരസ്കരിക്കപ്പെടും. കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ ഒറ്റപ്പെടും, സമൂഹത്തിൽ ഒറ്റപ്പെടും, സഭയിൽ ഒറ്റപ്പെടും, ശുശ്രൂഷകളിലും ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ,
മറ്റുള്ളവരെ സുഖിപ്പിച്ച് മറ്റുള്ളവരെ വളർത്തുന്ന രീതിയിൽ പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ പ്രഘോഷിച്ച് നടക്കുമ്പോൾ ലോകം നമ്മൾ ചേർത്ത് പിടിക്കും. പക്ഷേ കുരിശിന്റെ സഹനത്തിന്റെ സത്യവചനം പറയുമ്പോൾ അവിടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കുരിശിന്റെയും മാർഗം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെയും നമ്മൾ ഒറ്റപ്പെട്ടേക്കാം. പക്ഷേ യോസേപ്പിതാവിനെ പോലെ അതെല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസ്തതയുടെ പിൻബലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതെല്ലാം അല്പകാലം കഴിയുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിച്ചു വയ്ക്കുന്ന, അതല്ലേ നിങ്ങളെ മറ്റുള്ളവർ ദ്വേഷിക്കുമ്പോൾ വെറുക്കുമ്പോൾ എല്ലാവിധ അപരാധങ്ങളും അപവാദങ്ങളും നിങ്ങൾക്കെതിരെ പറയുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിലെ പ്രതിഫലം കണ്ട് ജീവിച്ച വിശുദ്ധനാണ് യോസേപ്പിതാവ്. ഈശോയെ കണ്ട് ജീവിച്ച വിശുദ്ധനാണ് യോസേപ്പിതാവ്. അതിനാൽ തന്നെ മറ്റെന്തെല്ലാം വന്നപ്പോഴും അതിലൊന്നും വീണു പോകാതെ, അതിൽ നിരാശപ്പെട്ടു പോകാതെ, അതിൽ നിന്ന് ഇട്ടിട്ടോടാതെ അതിനു വേണ്ടി ജീവിച്ച ഈ മഹാവിശുദ്ധന്റെ വിശ്വസ്തത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ജീവിതാന്തസ്സിലും കൊച്ചു കൊച്ചു പ്രശ്നത്തിന് പേരിൽ സഭ വിട്ടിറങ്ങിപ്പോയിട്ട്, വിവാഹം വിട്ടിറങ്ങിപ്പോയിട്ട്, ജീവിതം വിട്ടിറങ്ങിപ്പോയിട്ട്, അപ്പനെയും അമ്മയും വിട്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ പ്രേമത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോയിട്ട് നശിച്ചു പോകുന്ന എല്ലാ മക്കളുടെയും ഇടയിൽ യോസേപ്പിതാവിന്റെ ജീവിത മാതൃക, യോസേപ്പിതാവിന്റെ വിശ്വസ്തത നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. ആ ജീവിതത്തെ സ്വീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായ ക്രൈസ്തവ ജീവിതം ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട എല്ലാ കൃപകൾക്കും വേണ്ടി ഈ യോസേപ്പിതാവിന്റെ തന്നെ പ്രത്യേക മധ്യസ്ഥത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും ഈ വിശ്വസ്തതയിലേക്ക് നയിക്കട്ടെ. നമ്മുടെ അഭിഷിക്തർ വിശ്വസ്തരാകട്ടെ, നമ്മുടെ സന്യാസ ജീവിതം ജീവിക്കുന്ന മക്കൾ വിശ്വസ്തരാകട്ടെ, കുടുംബജീവിതത്തിൽ വിശ്വസ്തരാകട്ടെ, യുവമക്കൾ വിശ്വസ്തരാകട്ടെ, ക്രൈസ്തവ മക്കൾ വിശ്വസ്തരാകട്ടെ. യോസേപ്പിതാവേ, അതിനുവേണ്ടി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങേ തിരുസന്നിധിയിലായിരിക്കുവാനും യോസേപ്പിതാവിൻ്റെ പ്രത്യേക മാതൃക പിഞ്ചലുവാനും ഇത്രയും ശക്തനായ യോസേപ്പിതാവിൻ്റെ ആത്മീയ പൈതൃകത്തിലായിരിക്കുവാനും ഞങ്ങളെ അനുവദിച്ചിരിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യോസേപ്പിതാവിൻ്റെ ജീവിതത്തെ ഞങ്ങളുടെ മുമ്പിൽ തുറന്ന് തന്നുകൊണ്ട് യോസേപ്പിതാവിൻ്റെ മഹാത്മ്യവും മഹത്വവും ആ ജീവിതത്തിൻ്റെ കരുത്തുമൊക്കെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് ഈ പിതാവായ യോസേപ്പിതാവിൻ്റെ വലിയ മാതൃകയിൽ അപ്പനെ കണ്ട് പഠിക്കാൻ അങ്ങ് ഞങ്ങളോട് പറയുകയാണല്ലോ. ക്രൈസ്തവ ജീവിതത്തിൽ ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഈ ആത്മീയ പിതാവിൻ്റെ പിതൃത്വത്തിലേക്ക്, ആ പൈതൃക സംരക്ഷണത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന നല്ല ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ പിതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സന്യാസത്തെ, ഞങ്ങളുടെ പൗരോഹിത്യത്തെ, ഞങ്ങളുടെ യുവമക്കളെ, ദാമ്പത്യ ജീവിതങ്ങളെ, കുഞ്ഞുമക്കളെ, ക്രൈസ്തവ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് ഈ ഒരു വിശ്വസ്തതയുടെ ജീവിതത്തിനു വേണ്ടി വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകം, ഉന്നതമായ ശക്തി യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെയും കത്തോലിക്ക തിരുസഭയെയും ലോകം മുഴുവനെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാ നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ മിശിഹായെ, അനുഗ്രഹിക്കണമേ മിശിഹായെ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ പിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തൻ്റെ കുടുംബത്തിന്റെ നാഥനാക്കി സകലത്തിൻ്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ വളർത്തു പിതാവും തിരുക്കുടുംബത്തിന്റെ പാലകനുമായ വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ മധ്യസ്ഥനും പാലകനുമായി ഏറ്റുപറയുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ഉണ്ണീശോയെ ഹെറോദേസിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും അധ്വാനപൂർണമായ ജീവിതം വഴി തിരുക്കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ മാതൃക അനുസരിച്ച് ദൈവത്തിനു മനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഭൂമിയിൽ സ്വർഗീയ പിതാവിന്റെ നിഴലായി ജീവിച്ച മഹത്വമുള്ള പിതാവേ, അങ്ങയുടെ വാത്സല്യമാർന്ന സ്നേഹത്താൽ ഞങ്ങളെയും സ്വന്തമായി കരുതി സംരക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച് അവിടുത്തെ പ്രസാദിപ്പിച്ച അങ്ങയുടെ ജീവിത മാതൃക അനുകരിച്ച് നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും എവിടെയും ദൈവഹിതാനുസരണം ജീവിക്കുവാനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആവശ്യമായ അനുഗ്രഹം അങ്ങേ തിരുക്കുമാരനിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നല്ല ഈശോയെ, ഇത്രയും നല്ല പിതാവായ യൗസേ പിതാവിനെ ഞങ്ങൾക്ക് ആത്മീയ പിതാവായി നൽകിക്കൊണ്ട് അങ്ങയിൽ വളരുവാനും വിശ്വസ്തതയിൽ ജീവിക്കുവാനും ഞങ്ങളെ അവിടുന്ന് പ്രത്യേകമാവിധം അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകി വിശ്വാസത്തിൻ്റെ ആഴത്തിൽ വിശ്വസ്തതയാൽ നിറയപ്പെട്ട ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സഭയെയും മക്കളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട്
ഈ ഒരു വിശ്വസ്തത നിറഞ്ഞ ജീവിതം ജീവിക്കാൻ നമുക്കിടയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.